കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു അതിജീവിതത്തിന്റെ പോരാട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോടതി നടപടികളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും വിചാരണ നേരിട്ടു. അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. 8 വർഷവും ഒടുവിൽ 9 മാസവും 23 ദിവസവും നീണ്ട ഈ ദുരിതയാത്ര 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗരന്മാരുടെ തുല്യതയെക്കുറിച്ചും അതിജീവിത ചോദ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ഈ കൈപ്പേറിയ തിരിച്ചറിവ് നൽകിയതിന് അവർ നന്ദി പറയുന്നു. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഇപ്പോഴുമുണ്ടെന്ന വിശ്വാസം അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ട്രയൽ കോടതിയിലെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാൻ കാരണമായ നിരവധി അനുഭവങ്ങളാണ് അതിജീവിത എടുത്തു പറയുന്നത്. ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഇരക്കി നേരിടേണ്ടി വന്ന അവിശ്വസനീയമായ സാഹചര്യങ്ങൾ ഓരോന്നും ഞെട്ടിപ്പിക്കുന്നതാണ്. ട്രയൽ നടപടികളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹർജി നൽകി. എന്നാൽ ഈ നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഭാഗം നടത്തിയ ഇടപെടലാണ് ഏറ്റവും സംശയകരമായി തോന്നിയത്. പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യം ഹർജിയിൽ കക്ഷി ചേർന്നു. ഇത് എന്റെ സംശയങ്ങൾക്ക് ബലം നൽകിയിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലുണ്ട്. 3 തവണ അനധികൃതമായി തുറന്നു പരിശോധിച്ച് കണ്ടെത്തിയ സംഭവം കേസിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ ഗുരുതരമായ നിയമലംഘനവുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് അതിജീവിത പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആദ്യം നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ റിപ്പോർട്ട് നൽകിയത്. സുരക്ഷാ കസ്റ്റഡിയിൽ ഇരിക്കേണ്ട ഒരു സുപ്രധാന തെളിവിന് സംഭവിച്ച ഈ വീഴ്ച വിചാരണയുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. വിചാരണ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി വ്യക്തമാക്കിക്കൊണ്ട് ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച സംഭവം അതിജീവിതയുടെ വാദങ്ങൾക്ക് അടിവരയിടുന്നുണ്ട്. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് അത്. അതിജീവിതയുടെ വെളിപ്പെടുത്തൽ പറയുന്നത് അങ്ങനെയാണ്. സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് പോലും നീതി ലഭിക്കില്ലെന്ന് തോന്നിയ സാഹചര്യം കോടതി മുറിയിലെ അന്തരീക്ഷം എത്രത്തോളം പ്രതികൂലമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെട്ടു. വിചാരണയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ നടത്തിയ ശ്രമങ്ങൾ പോലും തള്ളപ്പെട്ടത് അവർക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായി. തന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ അതിജീവിത ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് കത്തുകൾ അയച്ചു. ട്രയൽ കോടതിയിലെ വിശ്വാസം നഷ്ടമായ സാഹചര്യത്തിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളിലേക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും സഹായത്തിനായി തിരിയേണ്ടി വന്നത് അവർ നേരിട്ട പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. വിധി പ്രഖ്യാപിച്ചപ്പോൾ തനിക്ക് അത്ഭുതമൊന്നുമില്ലെന്നാണ് അതിജീവിതയുടെ നിലപാട്. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നുവെന്നത് പ്രോസിക്യൂഷനും മനസ്സിലായി എന്ന് അവർ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത പലതവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത കേസ് മാറ്റണമെന്നുള്ള അവരുടെ എല്ലാ ഹർജികളും പക്ഷേ ജഡ്ജി നിഷേധിക്കുകയായിരുന്നു. എങ്കിലും 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ നീണ്ട ഈ പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ അവർ ഒരു നേരിയ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി അവർ ഈ വിധി സമർപ്പിക്കുകയും അവർക്ക് ഇപ്പോൾ അല്പം ആശ്വാസം ലഭിക്കുന്നുവെന്നും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. തനിക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചാരണങ്ങളെക്കുറിച്ചും അതിജീവിത ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയ നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. പ്രധാനമായും 1-ാം പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു നുണപ്രചാരണത്തെ അതിജീവിത തിരുത്തുന്നുമുണ്ട്. 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നുവെന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അവനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. തന്റെ വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചും ഈ കേസിലെ പ്രതികളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെ ഈ വാക്കുകളിലൂടെ അതിജീവിത ശക്തമായി തിരുത്തുന്നുണ്ട്.
ഈ യാത്രയോടൊപ്പം കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകലരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നുവെന്നും അതിജീവിത പറയുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയിലെ പ്രതിസന്ധികളിലും ദുഷ്പ്രചാരണങ്ങളിലും തളരാതെ മുന്നോട്ടു പോകാൻ ഈ പിന്തുണ തനിക്ക് കരുത്തായി എന്നും അവർ കുറിച്ചു. ഒരു സാധാരണ പൗരൻ നിയമത്തിന്റെ മുൻപിൽ നീതിക്കായി എത്രമാത്രം പോരാടേണ്ടി വരുമെന്നതിന്റെ നേർചിത്രമാണ് അതിജീവിതയുടെ ഈ വാക്കുകൾ. നീതിയുടെ വാതിൽ തുറക്കപ്പെടുമ്പോഴും ആ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ഭരണകൂട സംവിധാനങ്ങൾക്കും സമൂഹത്തിനും ഒരുപോലെ പാഠമാകേണ്ടതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ നിയമപരമായ നടപടികളോ തുടർ പോരാട്ടങ്ങളോ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. എങ്കിലും അതിജീവിതത്തിന്റെ ഈ പോരാട്ടം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്.